ഉണ്ടാക്കിയിരിക്കുന്ന കുട്ടിമുത്തപ്പ. അതെ, അറേബ്യൻ ഫുഡ് കുട്ടിമുത്തപ്പക്കും പിന്നെ അതിന്റെ ഒപ്പം പുതിയതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മുത്തപ്പക്ക് ഉണ്ടാക്കുന്ന ലീഫ് ഉണ്ട്, സ്ക്വയർ ടൈപ്പിലുള്ള, അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയുള്ള നമ്മുടെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ടും കാണണം. ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിൽ ചില കലാപരിപാടി ചെയ്യാൻ പോവാണ്. ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുണ്ട്, ഒരു സ്വല്പം ഉപ്പും ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊരു ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അളവ് ആദ്യം ഞാൻ ഇതേ അളവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കംപ്ലീറ്റ് എല്ലാതും അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പരുവം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ശരിയായി കൊളായി പോവും. അതിനുശേഷം ഞാനൊരു ഈ ഒരു അളവിന്റെ 3/4 കപ്പും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ നിൽക്കണതിന്റെ ലിക്വിഡ്. ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇനി കണ്ടോളൂ. ഇത് അടച്ചു വെക്കാണ്. ഇനി ഞാൻ ഇത് സമൂസന്റെ മസാലയാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ്. അത് ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മസാലയാണ്. ഞാൻ മുമ്പൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ ലിങ്ക് അതിൽ വിടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒരു 2 കോഴിമുട്ടയും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പത്തേ നമ്മളെ ആ ലിക്വിഡ് അവിടെ ക്ലിയർ ആയിട്ട് നോളും. ഏകദേശം 1/2 മണിക്കൂർ അവിടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നിൽക്കണം. അപ്പൊ ഇതിവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ ഫില്ല് ചെയ്യുന്ന സാധനം. ഒറിജിനൽ മുത്തപ്പക്കിന്റെ ഞാൻ മുമ്പിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു, അത് ഞാൻ ഇതിൽ വിടുന്നുണ്ട്. അപ്പൊ ഇതോടെ അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ലിക്വിഡ് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, പെയിന്റ് അടിക്കുന്ന നമ്മളെ ബ്രഷ് ഉണ്ട്. അങ്ങനത്തെ ബ്രഷിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം, അതിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പെയിന്റ് അടിക്കുന്ന പോലെ തന്നെ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുക. നമുക്ക് ഏത് സൈസിലാണ് വേണ്ടത് വെച്ചാൽ ആ സൈസിൽ അടിക്കുക. ഞാനൊരു സ്ക്വയർ സൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലാണ് നമ്മളുടെ ഇനി മുത്തപ്പക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് തൊട്ടി കൊടുത്താൽ അതിങ്ങോട്ട് പോരും. അപ്പൊ അതാണ് ഈ ഒരു സംഭവം. ഇതൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന പരിപാടി. അപ്പൊ ഞാനിത് കൊണ്ട് എടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് സ്വല്പം അതിലേക്ക് ഇട്ടിട്ട് അധികം ലൂസായി പോരുത്. എന്നിട്ട് അത് കംപ്ലീറ്റ് മടക്കുക, എല്ലാം മടക്കും. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതിന്റെ അടിഭാഗം ആ പാത്രത്തിൽ അടിഭാഗത്തായിട്ട് തന്നെ ആദ്യം വെക്കണം. അപ്പോഴാണ് ശരിയാകുക. മടക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ മുകളിലേക്ക് വരണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഉള്ളിലെ കോഴിമുട്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തിരിച്ചിടുക, പിന്നെയും തിരിച്ചിടുക. പിന്നെ അതിന്റെ സൈഡിലൂടെ തന്നെ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓവർ ചൂടിലാക്കരുത്, ഓവർ ചൂടാക്കി ഉള്ളു കരിഞ്ഞു പോകും. സംഭവം റെഡിയാക്കി ഞാൻ പ്ലേറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നു. ഇത് ഞാൻ കുറച്ച് വലുതുണ്ടാക്കണേ, ഒരു 2-3 പിന്നെ ഇതേപോലത്തെ കൂട്ടി വെച്ചിട്ട് അതിന്റെ സെന്ററിൽ ഞാൻ കുറച്ച് സർക്കിളിൽ അങ്ങനെ ആക്കിയിട്ട് അതും ഇതേപോലെ മടക്കുക. മറ്റേതിന്റെ ഏകദേശം ഇരട്ടി വലുപ്പം ഉണ്ടാവും. സൈഡ് മടക്കുക, മറ്റേ മടക്കുക, അതുപോലെ. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഇതും ചെയ്യുക. അപ്പൊ അതൊക്കെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അത് മുറിക്കാൻ പോകണത് മുത്തപ്പക്ക് മുറിക്കുന്ന ആ ഒരു കത്തിയാണ്. അതുകൊണ്ട് സെന്റർ മുറിക്കുക. ജസ്റ്റ് വെറുതെ ഇങ്ങനെ കഴിക്കുക, വേണമെങ്കിൽ കെച്ചപ്പ് കൂട്ടി കഴിക്കുക, ഗാർലിക് പേസ്റ്റ് കൂട്ടി കഴിക്കുക. അങ്ങനത്തെ ഒരുപാട് വിഭവങ്ങളുണ്ട് നമ്മളുടെ ചാനലിൽ. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.